ADGP MR അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ നിർണായക ചോദ്യങ്ങളുമായി ഹൈക്കോടതി. ആരാണ് അന്വേഷണം നടത്തിയതെന്ന് കോടതി. ഡിവൈഎസ്പി ആണോ അന്വേഷണം നടത്തേണ്ടത്? ചട്ടങ്ങൾ പാലിച്ചാണോ വിജിലൻസ് അന്വേഷണം നടന്നത്? വിജിലൻസിന്റെ വിശദീകരണം തേടി കോടതി. കേസ് നാളെ പരിഗണിക്കും. തൃശൂർ പൂരം കലക്കലിൽ MR അജിത് കുമാറിനെതിരെ കടുത്ത നടപടി ഒഴിവാക്കും. സസ്പെൻഷൻ പോലുള്ള നടപടി ആവശ്യമില്ലെന്ന് DGP. മുൻ DGPയുടെ റിപ്പോർട്ടിൽ പുതിയ ശുപാർശ എഴുതി ചേർത്തു. മുൻ DGPയുടെ റിപ്പോർട്ട് പുനഃപരിശോധിച്ചത് സർക്കാർ ആവശ്യപ്രകാരം. താക്കീത് നൽകി അന്വേഷണം അവസാനിപ്പിച്ചേക്കും. ഓണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. നാടെങ്ങും ആഘോഷത്തിമിർപ്പിൽ. തൃപ്പൂണിത്തുറയിൽ അത്താഘോഷത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് ചലച്ചിത്ര താരം ജയറാം. മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പതാക ഉയർത്തി മന്ത്രി P രാജീവ്. തെരുവിനെ ഉത്സവലഹരിയിലാക്കി ഘോഷയാത്രകൾക്ക് തുടക്കം. ശബരിമലയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി പങ്കെടുക്കില്ല. മുൻകൂട്ടി തീരുമാനിച്ച പരിപാടിയുണ്ടെന്ന തമിഴ്നാട് സർക്കാർ. സ്റ്റാലിന് പകരം മന്ത്രിമാരായ PK ശേഖർ ബാബു, പഴനിവേൽ ത്യാഗരാജൻ എന്നിവർ പങ്കെടുക്കും. അയ്യപ്പ സംഗമം സെപ്റ്റംബർ 20. വയനാട് അതിർത്തിയായ ചേരമ്പാടിയിൽ കണ്ടെത്തിയ മൃതദേഹം ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റേത് തന്നെയെന്ന സ്ഥിരീകരണം. DNA പരിശോധന ഫലം പുറത്ത്. മൃതദേഹം ഉടൻ ബന്ധുക്കൾക്ക് വിട്ടുനൽകും. കോഴിക്കോട് വിജിലിന്റെ മരണത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ. ചതുപ്പിലെ കുഴി തുറന്ന അസ്ഥികൾ കടലിൽ ഒഴുക്കിയെന്ന പ്രതികൾ. ബൈക്ക് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉപേക്ഷിച്ച് ഫോൺ മറ്റൊരിടത്ത് കളഞ്ഞുവെന്നും പ്രതികളുടെ മൊഴി. മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം ഇന്ന് പരിശോധിക്കും. പ്രതികളുടെ കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. ഇന്ത്യക്കെതിരെ അമേരിക്ക പ്രഖ്യാപിച്ച അധിക തീരുവ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യക്ക് നോട്ടീസ് അയച്ച അമേരിക്ക. നയതന്ത്ര തലത്തിൽ ചർച്ച നടത്തി ഇന്ത്യ. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തുടരുമെന്ന് ഇന്ത്യ നിലപാടറിയിച്ച റഷ്യയിലെ ഇന്ത്യ അംബാസിഡർ.